യുവവാണി. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ചതും ഒരുപക്ഷെ സന്തോഷിപ്പിച്ചതുമൊക്കെയായ ഒരു ജീവിയാണ് തുമ്പികൾ. അപ്പോൾ ഈ തുമ്പിയെക്കുറിച്ച് ഡോക്യുമെന്ററി ചെയ്ത് ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പേര് ജോർഡിൻ മാത്യു. ഡ്രാഗൺ ഫ്ലൈ എന്ന ഡോക്യുമെന്ററി എടുക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചും എന്തുകൊണ്ട് നമ്മൾ തുമ്പികളെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ സംസാരിച്ചു. ജോർഡിൻ മാത്യുവുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. കുഴിയാനയാണ് തുമ്പി എന്നുള്ളൊരു മിഥ്യാധാരണ എല്ലാവരുടെ ഇടയിലുണ്ട്. അതൊന്ന് മാറ്റാൻ കൂടെ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴിയാന എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ എന്താ പറയുക കുഴിയിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയെടുക്കുന്ന ഒരു സംഭവം മാത്രമല്ല, അത് ശരിക്കും കൂടുതലായിട്ടും ഈ ആൻസിനെയാണ്, മീൻസ് ഉറുമ്പുകളെയാണ് കൂടുതൽ കഴിക്കുന്നത്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ കുഴിയാനയുടെ കുഴി കണ്ടിട്ടില്ലേ, അവിടെയൊക്കെ ആണെങ്കിലും വീണ് കഴിയുമ്പോഴത്തേക്ക് ഇത് ആ കുഴിയിൽ നിന്ന് പിന്നെ കയറി വരാൻ പറ്റത്തില്ല, ഇത് ഇളക്കിക്കൊണ്ടിരിക്കും. ഈ നമ്മൾ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ തന്നെ. അപ്പൊ അതൊരു എന്താ പറയുക ഒരു സിംഹത്തെ പോലെയാണ് ഇത് വേട്ടയാടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആൻലയൺ എന്ന് പറയുന്നത്. ആൻലയൺ അങ്ങനെയാണ് കുഴിയാനെ പറയുന്നത്. പിന്നെ അതിന്റെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഴിയാനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിന് ഒരു കൊക്കൂൺ പോലെ, അതായത് ഈ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇത് ഫ്ലൈ ആകുന്നതിന് മുമ്പായിട്ടാണ് ഇതിന് വിസർജന അവയവം ഇല്ല കുഴിയാനയ്ക്ക്. അത് ഇത് ഫ്ലൈ ആകുന്നതിന് മുമ്പായിട്ട് ഒരു കൊക്കൂൺ പോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കൊക്കൂൺ പോലെ ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് പൊളിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ കുഴിയാന എന്ന് പറയുന്ന ഒരു ഫ്ലൈ ആയിട്ട്, ഇല്ലെങ്കിൽ കുഴിയാനനെ ഈ തുമ്പിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള ഒരു രൂപത്തിലേക്ക് വരുന്നത് ഈ ലാർവയിൽ നിന്ന്, അതായത് ഈ കുഴിയാന എന്ന് പറയുന്നതിൻ്റെ അകത്ത് നിന്ന് ഫ്ലൈ ആയി വരുന്നതിനാണ്. ഇനി ഈ കുഴിയാനയെ കുറിച്ചാണോ അടുത്ത? അല്ല, ഞാൻ ഈ എന്റെ തുമ്പിയുടെ ഡോക്യുമെന്ററി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ തുമ്പിന്ന് തെറ്റിദ്ധരിക്കുന്ന ഇൻസെക്റ്റുകളെ പറ്റിയും, അതായത് ഈ ആൻലൈനെ പറ്റി ഞാനൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ഓവൽ ഫ്ലൈ എന്ന് പറയുന്ന ഇതിനെപ്പറ്റി ഒരു ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ ഒരു 2 or 3 minutes മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ റബ്ബർ ഫ്ലൈ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളതിനും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തുമ്പികളായി തെറ്റിദ്ധരിക്കപ്പെടുന്ന 3 ഇനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആ ഡോക്യുമെന്ററി ഈ സമയത്ത് 2023 എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചേർക്കാൻ പറ്റുന്നു തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്യാമറയാണ്. ഇപ്പം ഞാൻ പല സ്ഥലത്തും പോകുമ്പം ചിലപ്പോൾ നൈറ്റ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിട്ടുള്ള ഈ ലാർവ സ്റ്റേജിൽ നിന്ന് ഈ ലാർവ ഫ്ലൈ ആകുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ഏകദേശം ഇപ്പം പല തുമ്പികളും പല രീതിയിലാണ്. ചിലത് ഈവനിങ് ടൈമിൽ ആകുന്നുണ്ട് മെച്ചർ ഫ്ലൈ ആകാൻ വേണ്ടിയിട്ട്. ഇത് ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുട്ടയിട്ടതിന് ശേഷം ഇത് ലാർവ 15 ദിവസം മുതൽ 30 ദിവസം വരെ വെള്ളത്തിൽ കിടന്നതിന് ശേഷം ഇത് പുറത്ത് വന്ന് അതിങ്ങനെ പാമ്പിന്റെ പടം വഴിക്കുന്ന പോലെ ഇങ്ങനെ പൊഴിച്ച് കളയും. അത് ഏകദേശം ഒരു 10-15 പ്രാവശ്യത്തോളം ഇത് ചെയ്യും. അതുപോലെ തന്നെ ഈ തുമ്പി മെച്ചർ ഫ്ലൈ ആകാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രോസസ്സിന് വരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പെങ്കിലും ഇത് ഫുഡ് കഴിക്കൽ നിർത്തും. കാരണം അത് പുറത്ത് വരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ പടം പൊഴിച്ച് കളയാൻ വേണ്ടിയിട്ടുമായിട്ട് അങ്ങനെ ഒരു പ്രോസസ്സും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് തുമ്പി പുറത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കല്ലൻ തുമ്പിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. കാരണം അതും ഇച്ചിരി കൂടെ വലുപ്പം ഉണ്ടാവും. സൂചി തുമ്പിയുടെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചെറുതായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഈ ലാർവ മെച്ചർ ഫ്ലൈ ആകുന്ന ഒരു പ്രോസസ്സ് വാഗമണ്ണിൽ തന്നെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു, കുട്ടിക്കാനെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ അതൊരു അരുവിയുടെ സൈഡിലാണ്, രാത്രിയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞപ്പം അത് ടോർച്ച് വെട്ടത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ രാത്രി സമയം, നല്ല പ്രോപ്പറായിട്ടുള്ള ലെൻസ് ഇല്ല. അപ്പം അങ്ങനെ ക്യാപ്ചർ ചെയ്ത ഒരു സംഭവം ഇത്ര മണിക്കൂർ നമ്മൾ എഫേർട്ട് എടുത്ത്, അത് കണ്ടിന്യൂസ്ലി തന്നെ നമ്മൾ എഫേർട്ട് എടുത്ത് അത് ക്യാപ്ചർ ചെയ്തു. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ വിഷമം ഞാൻ ഒരുപാട് സ്ഥലത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം അത് പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല, നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലോ എന്താണെങ്കിലും നമുക്ക് വേണമെങ്കിൽ റീഷൂട്ട് ചെയ്യാം. ഇത് പ്രകൃതി തരുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളതിനെ വീണ്ടും റീഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അതിന് പറ്റിയൊരു ആംബിയൻസ്, ആ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ലക്കാണ്. കാരണം ഞാൻ ഈ തുമ്പികളുടെ ആണെങ്കിലും പക്ഷികളെ ആണെങ്കിലും നിരീക്ഷിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ചില ദിവസം ഒരുപാട് ഇതിനെ കിട്ടും,
ചില ദിവസം ഒന്നും കിട്ടത്തില്ല, ഫെയിലിയർ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ ലക്കും കൂടെ കൂടിയിട്ടുള്ള ഒരു നമ്മുടെ ക്ഷമ. ഞാൻ ഈ മാക്രോ ചെയ്യുന്ന സമയത്ത്, ഇതിപ്പം നമ്മൾ തുമ്പികളെ തന്നെയാണെങ്കിലും ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പോയിരുന്നാലും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിത് ഈ 80-135 എന്ന് പറയുന്ന ലെൻസിൽ ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും മാഗ്നിഫിക്കേഷൻസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഉള്ള മാക്രോ ലെൻസ് ഇല്ലെങ്കിൽ ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള റിങ്ങുകളെല്ലാം ഇല്ലെങ്കിൽ അതിനുള്ള അഡാപ്റ്റേഴ്സ് എല്ലാം നമുക്കിപ്പം അവൈലബിൾ ആണ്. അന്നത്തെ സമയത്ത് ഒരുപാട് വർഷം പുറകിൽ നിന്നല്ല ഞാൻ പറയുന്നത്, ഇത് 2012 മുതൽ ഒരു 2015-16 വരെയുള്ള കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. നമുക്ക് അഫോർഡ് ചെയ്യാനും കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്നല്ലോ ഒരിക്കലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു, കാരണം ഒരു 65,000 രൂപയുടെ ഒരു നമ്മുടെ കയ്യിലുള്ള ക്യാമറ തന്നെ അത്രയും പൈസ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീട്ടുകാരോട് പറയുമ്പോൾ വീട്ടുകാർ ഓടിക്കും. ഒന്നാമത് വീട്ടുകാർ ഇല്ലെങ്കിൽ നാട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ക്യാമറയായിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോകുന്നത് കാണുമ്പോൾ വീട്ടുകാർ സപ്പോർട്ടായിരുന്നു. പക്ഷെ വീട്ടുകാരോട് ഇവർ പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു. കാരണം നമ്മുടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണെങ്കിൽ പോലും മറ്റുള്ളവർ അതിനെ ചിത്രീകരിക്കുന്നത് വേറെ തെറ്റായിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പം നമുക്കതൊക്കെ ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുള്ള, നമുക്ക് ഒത്തിരി പെയിൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ തന്നെ, പക്ഷെ നമ്മളതിനെ ബോധേഡ് ചെയ്യാതെ മുമ്പോട്ട് പോയതുകൊണ്ടാണ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ഈ ഡോക്യുമെൻ്ററി തന്നെ എനിക്ക് ചെയ്യാൻ തോന്നിയത്, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല ലെൻസ് ഇല്ല, നല്ല ക്യാമറ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടെ ആയിട്ടാണ്. കാരണം എനിക്കിത് ചെയ്യാൻ പറ്റി, അപ്പോൾ പിന്നെ ആർക്കും ചെയ്യാമല്ലോ. കാരണം എനിക്ക് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം എനിക്കുള്ളൂ. മീൻസ് ഈ ഒരു ക്യാമറയും ഈ ഒരു ലെൻസും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനെ എങ്ങനെ, ഇപ്പം നമുക്ക് ഇതിലും വലിയ ക്യാമറ ഗിയേഴ്സ് ഉള്ള പല ആൾക്കാരും താല്പര്യമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പതുക്കെ ആയി വരുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ മാക്രോ ലെൻസിൻ്റെ ഇത് സംഭവം ചെയ്തു തുടങ്ങിയപ്പോൾ ഇങ്ങനെ കൈയുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ കൈ ഇടയ്ക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. കാരണം നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ ചെറിയൊരു ഷേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വാസം വിട്ട് കഴിഞ്ഞാൽ തുമ്പിയും പോവും, നമ്മുടെ ലെൻസും പോവും, ചിലപ്പോൾ അങ്ങനെ പോവും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ബ്രീത്ത് കൺട്രോളിങ് മസ്റ്റായിരിക്കണം. അതുപോലെ തന്നെ ഇതിനെ ക്യാച്ച് ചെയ്ത് നമ്മളൊരു ഫോക്കസിൽ നമ്മൾ അനങ്ങി ചിലപ്പം മുട്ടയിലെ ഒന്നും തൊലി കാണൂല, കയ്യിലെ ഒന്നും തൊലി കാണില്ല. കാരണം ഇഴഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നത്. കാരണം പറന്ന് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് 360 ആംഗിളിലാണ് ഇതിൻ്റെ. ഇപ്പം കല്ലൻതുമ്പിയുടെ ആണെന്നുണ്ടെങ്കിൽ, സൂചിത്തുമ്പിയുടെ ആണെന്നുണ്ടെങ്കിൽ 2 സൈഡിലും ആണ് അതിന്റെ കണ്ണുള്ളത്, അത് അധികം പറക്കത്തുമില്ല. കല്ലൻതുമ്പി ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലൈ ചെയ്ത് കാണാമല്ലോ, ഫാസ്റ്റ് ആയിട്ട് പറക്കുന്നതാണ്. അപ്പോൾ സൂചിത്തുമ്പിയുടെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ കല്ലൻതുമ്പികളുടെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ഇച്ചിരി പാടാണ്, ഭയങ്കര ശ്രദ്ധ വേണം. അപ്പം നമ്മൾ ഒരു ബ്രീത്ത് വിട്ട് കഴിയുമ്പോൾ ബും എന്ന് പറഞ്ഞ പോവും. അപ്പം വീണ്ടും വെയിറ്റ് ചെയ്യണം, ചിലപ്പം ഇതിന്റെ പുറകെ പോകണം. എനിക്ക് പക്ഷെ എന്തോ ലക്കിലി ഇപ്പം ഏകദേശം ഒരു 56ഓളം തുമ്പികളുടെ മേറ്റിങ്ങും ഈറ്റിങ്ങും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും തുമ്പികൾ, അതെന്തോ ഒരു ഭയങ്കര ഒരു ഗ്രേസ്ഫുള്ളായിട്ട് ഞാൻ കാണുന്ന ഒരു എലമെൻ്റാണ്. അതിൻ്റെ അകത്ത് പല ക്ലിപ്പുകളും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ കയ്യിൽ ഒരു 40ഓളം തുമ്പികളുടെ ഇപ്പോഴും എൻ്റെ കയ്യിൽ. ഇതിപ്പോൾ ഈ ഒരു 2013 മുതൽ 2023 വരെ ഏകദേശം 10 വർഷക്കാലം പരിശ്രമിച്ചുണ്ടാക്കിയതാണ്. അല്ല, ഞാനത് പബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ചു കാലം അഡ്വർടൈസ്മെന്റ് ഫീൽഡിലും, അതുപോലെ തന്നെ നമുക്ക് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അന്നൊരു സ്ഥായിയായിട്ടുള്ളൊരു വരുമാനം ആണല്ലോ, എല്ലാവർക്കും സർവൈവിങ് ആണല്ലോ പ്രാധാന്യം. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നാമത് നാട്ടിൻ പുറത്തുനിന്നാണ് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പം വീട്ടുകാർ നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒന്നാമത് ഇങ്ങനെ ഉള്ള ഈ ഒരു ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ അതിൽ കാടും മേടും കയറി നടക്കുന്നു, തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ ഡോക്യുമെൻ്ററി പബ്ലിഷ് ചെയ്യുകയല്ല ചെയ്തത്. പഠിച്ചിറങ്ങി കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ 1 വർഷത്തോളം ഉജ്ജയിനിലെ ഈശ്വാണി എന്ന് പറയുന്ന ഒരു ചാനലിൽ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഏകദേശം ഇതൊന്ന് പബ്ലിഷ് ചെയ്യാനും ഒക്കെയുള്ളൊരു മനോധൈര്യം കിട്ടിയത്. കാരണം കുറച്ചൊരു ഏണിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായി കഴിയുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം, നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് പോവാം. കാരണം ഞാനിപ്പോൾ എൻ്റെ ഡോക്യുമെൻ്ററി ആണെങ്കിലും അതിനെനിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഈ ഡോക്യുമെൻ്ററി പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഇത് പൈസ കിട്ടുമെന്നോ ഒന്നുള്ളൊരു പ്രതീക്ഷയിലല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു
3 വർഷത്തോളമുള്ള ഒരു ട്രാവൽ ഇല്ലെങ്കിൽ 2 വർഷത്തോളമുള്ള ഒരു ട്രാവലിങ്ങിൽ ഇടുക്കിയിൽ നിന്ന് ഇപ്പം ഒന്ന് തട്ടേക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു പെട്രോൾ പൈസയുടെ കാര്യം ഒന്ന് ആലോചിച്ച് പോകും. അപ്പം ഇതേപോലെ തന്നെ പല സമയങ്ങളിലാണ് കുറുവയിലേക്കുള്ള യാത്ര. അത് വീട്ടിലെ അമ്മയോട് മാത്രമാണ് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം അമ്മമാര് രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചോളും. കാരണം വേറൊന്നും കൊണ്ടുമല്ല, നമ്മളെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അച്ഛനാണെങ്കിലും അറിയാം, അപ്പച്ചനാണെങ്കിലും കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ എന്നാലും ഈ നാട്ടുകാരുടെ ചോദ്യം ഉള്ളതുകൊണ്ട് പലപ്പോഴും, പിന്നെ ചേട്ടനാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചേട്ടനാണ് എനിക്ക് പല സമയത്തും പോക്കറ്റ് മണിക്കൊക്കെ ആണെങ്കിലും പൈസ തന്നിട്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻ്ററി പബ്ലിഷ് ചെയ്ത സമയത്ത് എൻ്റെ ചേട്ടനെയാണ് പ്രൊഡ്യൂസറായിട്ട് അവർ റോള് കൊടുത്തിരിക്കുന്നത്. അപ്പം വേറൊന്നുമല്ല, കാരണം ഏകദേശം 3,86,000 രൂപയോളം എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. കാരണം അത് കാണുമ്പോൾ അത്രയും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള നടത്തിയിട്ടുള്ള യാത്രകളും റിസർച്ചുകളും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു, പക്ഷേ ഈവൻ ആ ഒരു പണം ഞാൻ സ്വരൂപിച്ച് വെച്ചിരുന്നതെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇപ്പോഴും എനിക്ക് ഒരു ബെറ്റർ ക്യാമറയെങ്കിലും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയാണ്. ഇപ്പോഴും എനിക്ക് നല്ലൊരു ക്യാമറയില്ല. ഇപ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും തരുന്ന ക്യാമറകളും ലെൻസുകളും ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും പിക്ചേഴ്സ് എടുക്കുന്നത്. കാരണം അതിൻ്റെ ഒരു വ്യത്യാസം തന്നെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും നമുക്ക് ചില സമയത്ത് ഒരു റിഗ്രറ്റ് ആണോ, കാരണം നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതിനേക്കാളും ഉപരി ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ഡോക്യുമെൻ്ററി തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം തന്നെ ഒരു നാജിയോ പോലെയുള്ള ഒരു ചാനലിൽ ഇതേപോലെയുള്ള ഒരു വർക്കിൽ ഒരു പാർട്ടിലെങ്കിലും നമുക്കൊന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് ചിലപ്പം പലരോടും പറയുമ്പോൾ എങ്ങനെ എത്തപ്പെടണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു തരാൻ ആർക്കും ഒരു ഐഡിയ ഇല്ല. ഒന്നാമത് പല രീതികളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യനെ ഓരോരോ രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഡോക്യുമെന്ററിക്ക് ഒരുപാട് അംഗീകാരങ്ങളും ആദരവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നിയത് ജയരാജ് സാറ് നടത്തിയിട്ടുള്ള ഒരു റെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതിനകത്ത് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ആയിട്ട് എൻ്റെ ഇത് വന്നിരുന്നു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വന്നതിന് കൊറിയ എന്നുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. ഇതിന് ക്യാഷോ അങ്ങനെയുള്ളതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് സെൽഫായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. കാരണം അത് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അത് ഫസ്റ്റ് നടന്നത് മൂന്നാർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിലാണ് എനിക്ക് ആ ഒരു പ്രൈസ് കിട്ടിയത്. പിന്നീട് ഒരുപാട് സ്കൂളുകളിലും ലൈബ്രറികളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ പല സ്കൂളുകളിലും ചിലപ്പോൾ പ്രൊജക്ടർ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജോലിക്ക് പോകാനുള്ള ഒരു കാരണം ഈ പ്ലാൻ ബിയുടെ ഒരു ഭാഗമായിട്ടാണ്. കാരണം എൻ്റെ ഈ ഡോക്യുമെൻ്ററി പബ്ലിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ആൾക്കാരിലേക്ക് എത്തിക്കണം. എൻ്റെ മനസ്സിൽ ആ ഒരു സമയത്ത് ഇപ്പം സ്റ്റുഡൻ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം ഇതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പ്രൊജക്ടർ ഇല്ലാത്ത ഒരിടത്താണെങ്കിൽ എനിക്ക് പ്രൊജക്ടർ എടുത്ത് കൊണ്ടുപോകാനാണെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ കൊണ്ടുപോയി പല സ്ഥലത്തും ഓട്ടോയും വിളിച്ച് കുന്നുംപുറത്തൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം നമുക്കതിൻ്റെ അന്നൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ ഒരു വർക്ക് കാണിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു അവയർനെസ് ഒരാൾക്കെങ്കിലും, ഈവൻ ഈ കുഴിയാനെ അല്ല തുമ്പി എന്നുള്ള ഒരു സംഭവമെങ്കിലും ആൾക്കാർക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോകുന്നത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, കാരണം ഏകദേശം ഒരു 2 വർഷത്തോളം തുമ്പികളുടെ ഈ ഡോക്യുമെൻ്ററി സ്ക്രീനിങ്ങും പ്രദർശനമൊക്കെ ആയിട്ട് നടന്നു. വർക്ക് ചെയ്ത പേയ്മെൻ്റ് എല്ലാം തീർന്നു. വീട്ടുകാർ ചോദ്യം തുടങ്ങി എന്ത് ചെയ്യണം. അപ്പം പിന്നീടും ഞാൻ ഫ്രീലാൻസായിട്ട് പിന്നെ വർക്ക് തുടങ്ങി. പിന്നെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട്, കാരണം മീഡിയ ആണ് പഠിച്ചത് കൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് ഫാമിലും ഒക്കെ ആയിട്ടാണെങ്കിലും വർക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ അതിൻ്റെ അന്ന് കിട്ടുന്ന ഏണിങ്സ് കൊണ്ട് ഇത് തന്നെയാണ് ഈ പരിപാടി തന്നെ നിർത്തുന്നില്ല. അപ്പം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കും പതുക്കെ തോന്നി തുടങ്ങി, കാരണം എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ളത് വേണം. റിയലൈസേഷൻ അതിൻ്റെ കാരണം റിയാലിറ്റിയിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കാൻ, കാരണം ഈ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഈ തുമ്പികളുടെ ക്ലാസ്സും, പിന്നെ ഞാൻ ഈ മാക്രോ ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഈ വർക്ക്ഷോപ്പ് എടുത്ത് തുടങ്ങി. മീൻസ് ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സ്ക്രീനിങ്ങിന് ശേഷം ഫോട്ടോഗ്രാഫിയുടെയാണ് ക്ലാസ് കൊടുക്കുന്നത്. കാരണം ഈ മാക്രോ ഇല്ലെങ്കിൽ ഞാൻ എടുത്തത് ഇങ്ങനെയാണ്, ഇതിൻ്റെ കഷ്ടപ്പാട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തിട്ടാണ് എന്നുള്ള സംഭവം തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത്, കാരണം ഇത്രയും സ്പേസിൽ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൽ എക്സ്പേർട്ടായി. അങ്ങനെ എനിക്ക് ആൾക്കാരെ ഇങ്ങനെ ടീച്ച് ചെയ്യണമെന്ന് എനിക്ക് പതുക്കെ ആഗ്രഹമായി തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നീട് പോയി MSc ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന ചെയ്തു. ഇവിടെ കോയമ്പത്തൂർ നെഹ്റു കോളേജിലാണ് ഞാൻ അവിടെ ചെയ്തത്. അവിടെ പോയി MSc കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഓപ്ഷൻ അവർ തന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു
പെർമിഷൻ കൂടി അവിടെ നിന്നുണ്ടായിരുന്നു ചില സമയങ്ങളിൽ, പൂർണ്ണമായിട്ടെന്നുള്ള രീതിയിലല്ല. അപ്പം ഒരുപാട്, കാരണം നമ്മൾ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് വർക്ക് മീൻസ് പഠിക്കുന്നതിനൊപ്പം തന്നെ ജോലി കൂടെ ചെയ്യാനുള്ള പെർമിഷൻ കൂടെ തന്നിരുന്നു. അത്രയും പ്രശാന്ത് എന്ന് പറയുന്ന സാറ് ആയിരുന്നു ചോടി, അദ്ദേഹമൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഞാൻ ദേവഗിരി കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. കോഴിക്കോടാണ്. കോഴിക്കോട് അവിടെ മീഡിയ വിഭാഗം, മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അഡ്വർടൈസ്മെന്റുമാണ് പഠിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ രാജഗിരി കോളേജിലെ കളമശ്ശേരി ക്യാമ്പസിലെ മീഡിയ വിഭാഗത്തിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ശരി. നമ്മുടെ ഈ പാഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് എന്നുള്ളത്, സാമ്പത്തികമായി നമ്മളൊന്ന് സ്വതന്ത്രമാകുന്നത് വളരെ നല്ലതാണെന്ന് ഈ ഒരു അനുഭവം കുറെ പഠിപ്പിച്ചു അല്ലേ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയുള്ള എൻ്റെ ചെറിയ ചെറിയ യാത്രകളാണെങ്കിലും ഞാൻ ഒരുപാട് വെഡിങ് വർക്കിന് പോയിട്ടുണ്ട്. പലർക്കും ഷോർട്ട് ഫിലിമുകൾ നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അതിന് പല അവാർഡുകളും, ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഗോസ്റ്റ് റൈറ്ററെ പോലെ പലർക്കും പല വർക്കുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ അവാർഡ് മേടിക്കുന്നത് നമുക്ക് ബോധടിയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ലക്ഷ്യം ഇതാണ്. പലർക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തു. കാരണം അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ സ്ക്രിപ്റ്റ് പലതും ചെയ്തു കൊടുക്കും, അവരത് 10,000-ങ്ങൾക്കോ ലക്ഷങ്ങൾക്കോ അവർ വിൽക്കും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് നമ്മൾ പറയുന്ന പേയ്മെന്റ് നമുക്ക് തരുന്നു. കാരണം എനിക്ക് അടുത്ത ട്രിപ്പ് പോകണം. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയ അത് വേറൊന്നും കൊണ്ടുമല്ല. ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് പൈസ നഷ്ടം വന്നാൽ പോലും, പൈസ മാത്രമല്ലല്ലോ, നമുക്ക് സെൽഫായിട്ട് തോന്നുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണല്ലോ നമുക്ക്. അപ്പം പക്ഷേ പൈസക്ക് പൈസ വേണം, ഇല്ലെന്നല്ല. അപ്പോൾ ഈ ഒരു അനുഭവം കൊണ്ട് നമ്മുടെ ഈ പ്രകൃതിയോട് കുറച്ചുകൂടെ ഒരു അടുപ്പം കൂടി കാണുമല്ലോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ഇങ്ങനെ അമ്പരപ്പിച്ച വിവരങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ എങ്ങനെയാണ് പ്രകൃതിയെ കാണുന്നത്? മുൻപ് കണ്ടിരുന്ന പോലെയാണോ? അതൊന്ന് പറയാമോ? അതേക്കുറിച്ചും കൂടെ. ഞാൻ ആദ്യം ഈ ഡോക്യുമെന്ററിക്കൊക്കെ മുമ്പാണെങ്കിലും ജസ്റ്റ് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ വേസ്റ്റ് ഇട്ടിട്ട് പോകുന്നു. വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ നമ്മൾ കുപ്പി വലിച്ചെറിയുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയായിരുന്നു. ഇപ്പം അതൊക്കെ ഫുള്ളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കാരണം അത് എൻ്റെ ചിന്താഗതിയാണോ എന്ന് എനിക്കറിയത്തില്ല. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഞാൻ ഈ തുമ്പികളുടെയൊക്കെ ആണെങ്കിലും ഡോക്യുമെന്ററിക്ക് പോകുമ്പോൾ ചിലയിടത്തൊന്നും വെള്ളം പോലും കാണുകയില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകും, ഒരു കുപ്പി വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാകത്തില്ല. കടകൾ പോലും കാണത്തില്ല. പക്ഷേ അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ആ കുപ്പി അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നത്തില്ല. കാരണം പിന്നീടും ഞാൻ അവിടെ പോകണം. എനിക്ക് ആ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നീടാണെങ്കിലും അവിടെ പോകുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യത്തില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നീട് ചെയ്തു തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിനെ ആ ഒരു രീതിയിലാണ് ചുമ്മാ വലിച്ചെറിയാ പോവുക. നമ്മുടെ ഒരു സംസ്കാരമാണ്. ഞങ്ങൾ ഇപ്പോഴാണെങ്കിലും ഞാൻ ഫാമിലി ആയിട്ട് ആണെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഓൾറെഡി ഒരു ക്യാരി ബാഗ് പോലെ കൊണ്ടുപോകും. വേസ്റ്റ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഇടും. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ എറിഞ്ഞിട്ട് പോരുന്ന പരിപാടികളില്ല. അതുപോലെ തന്നെ ബോട്ടിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഞങ്ങൾ അധികം ഇപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ക്യാനിൽ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് കൂടുതലും അത്തരം മാറ്റങ്ങളൊക്കെ ലൈഫിൽ വന്നു തുടങ്ങിയത്. പ്രകൃതിയെ നമ്മൾ വേറൊരു കണ്ണിൽ കൂടെ കാണാൻ തുടങ്ങി. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം ഈ തുമ്പിയുടെ ഇതിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആവാസ വ്യവസ്ഥ ഡിഫറെൻറ്റ് രീതിയിലാണ്. ഇപ്പം പല കുളങ്ങളും വയലുകളൊക്കെ ആണെങ്കിലും നികത്തുന്നത് കൊണ്ടൊക്കെ ഒരുപാട് തുമ്പികളുടെ, നീർപ്പുൽ മാണിക്യം എന്നൊക്കെ പറയുന്ന, അതുപോലെ തന്നെ മരതകരാജൻ തുമ്പികൾ, അത് മരപ്പൊത്തിലാണ് ഇടുന്നത്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയുള്ള തുമ്പികളുടെ പല തുമ്പികളും പല ആവാസ വ്യവസ്ഥയെ വളർന്നിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ കുറച്ച് പ്രവർത്തനങ്ങൾ കാരണം ഇതുങ്ങളൊക്കെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒരു വീട്ടിലൊരു ചെറിയ പോണ്ടെന്നുള്ള രീതിയിലോ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് പതുക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാഷൻ മനുഷ്യൻ എന്ന രീതിയിലും നമ്മളെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഇതേപോലെ പാഷനുകൾ പിന്തുടരാൻ സാധിക്കട്ടെ. അതിനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാവട്ടെ. താങ്ക് യു. അംഗീകാരങ്ങൾ തേടി വരട്ടെ. താങ്ക് യു, താങ്ക് യു. നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡ്രാഗൺ ഫ്ലൈ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ജോർഡിൻ മാത്യുവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. അവതരണം, നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.